കൊട്ടാരം പ്രതികളെ കണ്ടോ? എന്താ കൊട്ടാരം പ്രതികളെ കണ്ടു അവരെ ക്ഷണിച്ചു. പിന്നെ പന്തളം കൊട്ടാര പ്രതിനിധികളും ദേവസ്വം ബോർഡും നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇന്നലകളിലും നല്ല ബന്ധത്തിലായിരുന്നു, നാളെയും നല്ല ബന്ധത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടും പിന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അവർ കൃത്യമായി ആ കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരിഹാരം ഉണ്ടാവണമല്ലോ, സ്വാഭാവികമായ അത് എന്താണോ അവരുടെ ഒരു ആവശ്യമുണ്ട്. അതായത് പന്തളം കൊട്ടാരം നിലപാട് പറഞ്ഞിട്ടില്ല, കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് കേസുകളടക്കം ബന്ധപ്പെട്ട് നേരത്തെ പത്രക്കുറിപ്പിലൂടെ. അല്ല, ഞങ്ങളോടിപ്പോൾ അതല്ല, ഞങ്ങളോട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആശങ്ക അവർ പങ്കുവച്ചു. അത് കൃത്യമായും ബന്ധപ്പെട്ട അധികാരികളോട് ബോർഡ് ചർച്ച ചെയ്ത് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും മുന്നോട്ടുള്ള ശബരിമല ദേവസ്വം ബോർഡുമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല. ബാക്കി കാര്യങ്ങൾ ബോർഡ് അവർ തീരുമാനിച്ച അഭിപ്രായം പറയും. പ്രതീക്ഷ വരണമല്ലോ. ദേവസ്വം ബോർഡും പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അത് ഇന്നലകളിലും അങ്ങനെയാണ്, ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ്. കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല. ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ്, പന്തളം കൊട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ്. പേരിട്ടിരിക്കുന്നത് ശബരിമല സംരക്ഷണ സംഘമെന്നാണ്. അതൊക്കെ അവർക്ക് നടത്താനുള്ള അവകാശമുണ്ടല്ലോ. അതിൽ നമ്മളത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് അവർക്കൊക്കെ നടത്തുവാനും നടത്താതിരിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. യോജിക്കുന്നവരെല്ലാം വരട്ടെന്നേ. നമുക്കിതിൽ ആരോടും അവരെ വേണ്ട ഇവരെ വേണ്ട എന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ മാത്രം ഇടുന്നൊരു ചട്ടക്കൂടിൽ കൂടി പോകാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും വേണം ഇതിനകത്ത് BJP, കോൺഗ്രസ്, പിന്നെ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. വിശ്വാസമുള്ള എല്ലാവർക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള സംഘടനകളെ ക്ഷണിച്ചിട്ടുണ്ടോ? ഹൈന്ദവ സംഘടനകളെ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ ഹൈന്ദവ സംഘടന, രാഷ്ട്രീയ സംഘടന എന്നൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർ, ജനപ്രതിനിധികൾ, തിരുവാഭരണവാഹക സംഘം, തിരുവാഭരണവാഹക സംഘത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ഇപ്പോൾ സത്യത്തിൽ ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ, അല്ലേ? 2 ആഴ്ചയ്ക്ക് മുമ്പ് അനൗദ്യോഗികമായി ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടന്നു വരിക. പക്ഷെ ഒരു ബോർഡ് തന്നെ വന്ന് ഒഫീഷ്യലായിട്ടുള്ള ഇൻവിറ്റേഷനാണ് നടത്തിയിരിക്കുന്നത്. അതാണ് കാര്യം. അവർ 2 കാര്യം വ്യക്തമാക്കി. ഒന്ന്, ശബരിമലയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഞങ്ങൾ അനുകൂലമാണ്, പന്തളം കൊട്ടാരം എതിരല്ല, വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ വരണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കൂടി ആലോചിക്കാനുള്ള അവകാശം മാത്രമാണ്. ഇന്നലകളിലെല്ലാം ഞങ്ങളുമായി വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് കൊട്ടാരത്തിലുള്ളത്, ഞങ്ങൾക്ക് തിരിച്ചുള്ളത്, ഇല്ലേ? അത് തുടരും. ഒരു അർത്ഥശങ്കയ്ക്ക് വിടവില്ലാത്തത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല വികസനം ഞങ്ങൾ ഇതിലല്ല, നിങ്ങളൊപ്പം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3000 പേരാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒരു 10-250 പേർ വിദേശ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ വിദേശത്തുള്ള പ്രതിനിധികളും ഇവിടെ നിന്ന് വിദേശത്തേക്ക് താമസമാക്കിയ പ്രതിനിധികളും എല്ലാം കൂടി. ബാക്കി കേരളത്തിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും, തെലങ്കാന, മഹാരാഷ്ട്ര ഒക്കെയുള്ള ചെറിയ സംഗമം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അടക്കം മുകളിലേക്ക് സന്നിധാനത്തേക്ക് പോകും. അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ല. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ പിന്നെ, പക്ഷേ അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 സെക്ഷൻസാണ്. ഒന്ന് ഈ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ജയകുമാർ സാറായിരിക്കും അതിൻ്റെ പിന്നെ ഒരു മോഡറേറ്റർ. അങ്ങനെ വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ. പിന്നെ അതേസമയം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഹാളുകളിൽ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പിന്നെ ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ടുള്ള ക്രമങ്ങളെ സംബന്ധിച്ചും, പിന്നെ പിൽഗ്രിം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും, ഇത് 3ഉം കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സംക്ഷിപ്തം എടുത്ത് പിന്നെ അത് നമ്മൾ പിന്നീട് മിനിസ്റ്റർ അത് പ്രഖ്യാപിക്കും.
അങ്ങ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം തെറ്റുന്നടക്കമായുള്ള വിഷയങ്ങൾ പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ളത്. അല്ല, ഞാൻ പറയുന്നത് അതിലൊന്നും അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരാൻ പോകുന്നില്ലേ ഉള്ളൂ. അതിനിപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെയൊക്കെ പരിഗണനയിൽ വരികയല്ലേ. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ഒടുവിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് 2016. അതിനുശേഷം അല്ലാതൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. മാത്രമല്ല, അതിന് പ്രസക്തിയില്ലെന്ന് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഒരു കൃത്യമായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോക്കൂ, 54 ലക്ഷം പേരാണ് വന്നത്. എല്ലാവരുടെയും, അതിപ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാവരുടെയും, പന്തളം കൊട്ടാരത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ എല്ലാ സാമുദായിക സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും പിൻബലത്തോടുകൂടി ഒരു പരാതിയില്ലാതെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ. അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ അടിസ്ഥാന സൗകര്യത്തോടുകൂടി ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് വന്ന് തൊഴുത് കൃത്യമായി അപകടരഹിതമായി സന്തോഷത്തോടുകൂടി തിരിച്ചു പോകണം. അതുതന്നെയാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം. അതുകൊണ്ട് അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ പരിപാടി വിമർശിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുമ്മനത്തെ പോലുള്ള ആളുകൾ 2 കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, മതേതര സർക്കാർ എന്തുകൊണ്ട് അയ്യപ്പ സംഗമം മാത്രം നടത്തുന്നു എന്നുള്ളതൊന്ന്. രണ്ടാമത്, ക്ഷണിക്കപ്പെട്ട ആളുകളെ അവരുടെ സ്റ്റാറ്റസ് കണക്കിലാക്കി വാണിജ്യവൽക്കരണത്തിനുള്ള ശ്രമം, അതായത് അവരെ സ്പോൺസർമാരാക്കി അല്ലെങ്കിൽ പണത്തിരിവിനുള്ള പരിപാടി എന്നുള്ള തരത്തിലാണ് മറ്റൊന്ന്. ഞാനതല്ല പറയുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരല്ല ഇത് നടത്തുന്നത് ദേവസ്വം ബോർഡാണ്. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത് നടത്തുന്നത്. ഞാൻ പലപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. സിംഗപ്പൂരിൽ വച്ച് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുമ്പായി ഞങ്ങളുടെ മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് രാജീവ് കുമാർ അവിടെ പങ്കെടുത്തപ്പോൾ അവരുടെ ഒരു ആവശ്യം, ലോകത്ത് ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന അയ്യപ്പന്മാരെ കേൾക്കണം, ഞങ്ങൾക്ക് നയതന്ത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളെ കേൾക്കണം. അത് അങ്ങനെ പറയുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റിനം ജൂബിലിയാണ്. ഉടനെ തന്നെ ഞങ്ങൾ 2 കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, പമ്പാ സംഗമം. 2, ആഗോള അയ്യപ്പ സംഗമം. പമ്പാ സംഗമം നമ്മൾ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനിടയ്ക്ക് തന്നെ നടത്തി. പിന്നീട് ഇതിലേക്ക് വരുന്നു. അപ്പോഴാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം, എത്രയോ കാലങ്ങളായി ഇവിടെ ഹൈപ്പവർ കമ്മിറ്റി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറിയും മറിഞ്ഞുമൊക്കെ വന്നു. ഒടുവിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് അംഗീകരിച്ചു. 1033 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആദ്യം ഇവർ സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ മുന്നിൽ വെച്ച ആശയമുണ്ട്. ഒപ്പം ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം. അതിന് എല്ലാവിധമായ ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന 3000 പ്രതിനിധികൾ അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കൺഫ്യൂഷനുമില്ല. പിന്നെ 70 ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ദേവസ്വം ബോർഡിൻ്റെ മിടുക്കുകൊണ്ടാണ് നടക്കുന്നത്. 70 ദിവസം നമുക്ക് നടത്താൻ പറ്റുമോ? അങ്ങനെ സർക്കാരിൻ്റെ പിന്തുണ വേണ്ടേ? കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സംഘം നമുക്ക് 2 പ്രാവശ്യമാണ് മുഖ്യമന്ത്രി നേരിട്ട് മീറ്റിംഗ് വിളിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി എത്ര പ്രാവശ്യമാണ് മീറ്റിംഗ് വിളിച്ചത്. ഓരോ വകുപ്പ് മന്ത്രിമാരും. അങ്ങനെ ഒരു കൂട്ടായ ശ്രമത്തിൽ കൂടിയല്ലേ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുള്ളൂ. അതേ രീതി തന്നെയാണ് ഞങ്ങളിതിലും വയ്ക്കുന്നത്. ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു, സർക്കാർ അതിന് പിന്തുണ കൊടുക്കുന്നു. പിന്നെ ഈ പറയുന്ന ആളുകൾ, ഉത്തർപ്രദേശിലൊക്കെ കുംഭമേളയൊക്കെ നടന്നത് സർക്കാരിൻ്റെ പിന്തുണയില്ലാതാണോ? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി പറയുന്ന ആരോപണങ്ങളാണ്. ഞങ്ങളിതിലൊന്നും രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഞങ്ങളിത് ആരെയും വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണം, സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വേണം, കിട്ടാൻ പറ്റുന്ന സകല ആളുകളുടെയും സഹായം വേണം. നിങ്ങൾ നോക്കൂ, എല്ലാ അമ്പലങ്ങളിലും, ഏതൊക്കെ അമ്പലങ്ങൾ, തിരുപ്പതിയിലൊക്കെ നിങ്ങൾ നോക്കൂ, തിരുപ്പതിയിലൊക്കെ എത്രയോ സഹായങ്ങളാണ് അവിടെ ഒരു CSR ഫണ്ട് കൊണ്ട് നടക്കുന്നത്. ഈ CSR ഫണ്ട് കൊണ്ട് നടത്തുന്നത് ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണോ? ബഹുമാനപ്പെട്ട കുമ്മനത്തിന് അറിവില്ലാത്തതാണോ? നിങ്ങൾ നോക്കൂ, തിരുച്ചെന്തൂർ 300 കോടിയാണ് ഒരു ഭക്തൻ 300 കോടിയാണ് കൊടുത്തത്. ശബരിമലയിൽ ഒരു 5-ൻ്റെ കാശ് വരുമ്പോൾ എന്താ ഇവർക്ക് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ശബരിമലയിൽ ഒരു 5-ൻ്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തിയാൽ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം? നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ. ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സ്വമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അല്ല പറ്റില്ല എന്നെങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിന് പോലും നിലകൊടുക്കാൻ പാടില്ലല്ലോ. ഭഗവാന്റെ വികസനമല്ലേ, അവർക്ക് അവകാശമുണ്ടല്ലോ, അതിൽ ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ശബരിമലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ വേണം. ആ സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇനി ഏതെങ്കിലും ഒരു ഭക്തൻ്റെ സമർപ്പണമായാലും അത്
പൊതുവെ സ്വീകരിക്കുക എന്ന നിലപാടാണ് ദേവസ്വം ബോർഡ്. ഒരു കാര്യം, ഈ ധനവിനിയോഗം സംബന്ധിച്ച് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനാവശ്യമായ തുക എവിടെ നിന്നാണ് നമ്മൾ? ഞങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അനുബന്ധമായി തന്നെയാണ് പറയുന്നത്. അതിൽ സമർപ്പിക്കാൻ തയ്യാറുള്ള ഭക്തന്മാരുണ്ട്. ഞങ്ങളത് സ്പോൺസർഷിപ്പ് വഴി കണ്ടുപിടിക്കും. അതിൻ്റെ CSR ഫണ്ടാവട്ടെ മറ്റാരെങ്കിലും സമർപ്പിക്കുന്നതാവട്ടെ, അതിനൊരു കൺഫ്യൂഷൻ്റെ കാര്യമില്ലല്ലോ. ഇവിടുത്തെ വിഷയം അല്ലെങ്കിലും ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ശ്രദ്ധയപ്പെട്ടു. ഈ സ്വർണ്ണപൂശിയ പാളികളൊക്കെ ബന്ധപ്പെട്ടു അതിൽ ഈ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ സാഹചര്യം എന്താ? അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ വെറും സാങ്കേതികമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാരുടെ അഭിപ്രായം അത് കൃത്യമായി പാലിച്ചുകൊണ്ട്, ബോർഡ് തീരുമാനിച്ചുകൊണ്ട്, അവിടുത്തെ ഈ സ്വർണ്ണമായാലും വെള്ളിയായാലും അതിൻ്റെ ആധികാരികമായ അധികാരി തിരുവാഭരണ കമ്മീഷണറാണ്. തിരുവാഭരണ കമ്മീഷണർ, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, സ്മിത്ത്, സൂപ്രണ്ട്, പിന്നെ ഞങ്ങളുടെ ശബരിമലയിലെ AO എക്സിക്യൂട്ടീവ് ഓഫീസർ, ഞങ്ങളുടെ പോലീസ് സംവിധാനമുണ്ട്. ഈ പോലീസ് സംവിധാനം സുരക്ഷയോടുകൂടി മകസർ തയ്യാറാക്കി അവിടെ കൊണ്ടുപോയി ഇത് അവിടെ തന്നെ ചെയ്യിച്ചതാണിത്. ഒരു സമർപ്പണമാണ്, അവിടെ തന്നെ ചെയ്യിച്ചതാണ്. 15 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അവിടേക്ക് കൊണ്ടുപോകുന്നു, പൂശുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. മറ്റെന്തെങ്കിലും കവറിങ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മാധ്യമങ്ങളിൽ വന്ന് അപ്പം നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഞങ്ങളുടെ തന്നെ ചില ആളുകളൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ദ്വാരപാലകരെ കൊണ്ടുപോയി എന്നാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ദ്വാരപാലകൻ, ഞങ്ങളറിയാം ദ്വാരപാലകൻ പോയ കവചമാണ്. അത് സ്വാഭാവികമായി നടക്കുന്ന സത്യത്തിൽ എന്നെ 2 വിളിച്ചു, എന്നെ 1-2 പേര് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ദ്വാരപാലകൻ എടുത്തുകൊണ്ട് പോകുന്നത് അതെന്താ? അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. ഞാൻ നിങ്ങളെയൊന്നും കുറ്റം പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കൺഫ്യൂഷൻ, അതിലൊന്നും ഒരു കഥയുമില്ല. അത് കൃത്യമായി പിന്നെന്താ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ കൊടുക്കും. അതിൽ ഞങ്ങളൊരു ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു പ്രൊസീജിയർ ലാപ്സും ആ കാര്യത്തിൽ ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായ ഒരു പ്രസിദ്ധീകരണം പത്രക്കുറിപ്പ് കൊടുത്തത്. ഓക്കെ.